പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നജാത്ത് കോളേജിൽ നടന്ന ക്രൂരമായ ആക്രമണത്തിന്റെ ഞെട്ടലിലാണ് പ്രദേശം. മർദ്ദനമേറ്റ ചിറക്കൽപ്പടി സ്വദേശി അൻസിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവങ്ങളുടെ തുടക്കം ഏകദേശം 20 ദിവസം മുമ്പായിരുന്നു. ഷർട്ടിന്റെ ബട്ടൺ പൂർണ്ണമായും ധരിച്ചില്ലെന്ന് ആരോപിച്ച ചില സീനിയർ വിദ്യാർത്ഥികൾ അൻസിലിനെ പരസ്യമായി റാഗിങ്ങിന് ഇരയാക്കിയിരുന്നു. ഇത് അൻസിൽ ചോദ്യം ചെയ്തതാണ് സീനിയർ വിദ്യാർത്ഥികളെ ചൊടിപ്പിച്ചത്. ഇക്കഴിഞ്ഞ 18-ാം തീയതി കോളേജ് ഡേ ആഘോഷങ്ങൾക്കിടെയാണ് അൻസിലിനെതിരെ ആക്രമണം ഉണ്ടായത്. സുഹൃത്തിനൊപ്പം പരിപാടികൾ കാണാനെത്തിയതായിരുന്നു അൻസിൽ. ഈ സമയം 3 സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് അൻസിലിനെ വളയുകയും മർദ്ദിക്കുകയുമായിരുന്നു. ആക്രമണം അങ്ങേയറ്റം ക്രൂരമായിരുന്നുവെന്ന് അൻസിൽ വെളിപ്പെടുത്തി. ആക്രമണത്തിനിടെ ഒരു വിദ്യാർത്ഥി ഇടിവള ഉപയോഗിച്ച് തന്റെ മുഖത്ത് ആഞ്ഞടിച്ചുവെന്ന് അൻസിൽ മൊഴി നൽകി. ഇതോടെ അൻസിൽ ബോധരഹിതനായി വീഴുകയായിരുന്നു. മർദ്ദനത്തെ തുടർന്ന് അൻസിലിന്റെ തലയ്ക്കും മുഖത്തും ഗുരുതരമായ പരിക്കേറ്റു. മുഖത്തെ എല്ലുകൾക്ക് പൊട്ടലുണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. നിലവിൽ വിദഗ്ധ ചികിത്സയ്ക്കായി അൻസിലിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തന്റെ മകനെ മൃഗീയമായി ആക്രമിച്ചവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണമെന്ന് അൻസിലിന്റെ പിതാവ് ആവശ്യപ്പെട്ടു. മകന്റെ മുഖത്തെ പരിക്കുകൾ ഭീകരമാണെന്നും നിയമപരമായി ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുടുംബത്തിന്റെ പരാതിയിൽ മണ്ണാർക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 3 സീനിയർ വിദ്യാർത്ഥികളെയാണ് പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അന്യായമായി തടഞ്ഞുവെക്കൽ, അപകടകരമായ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ക്യാമ്പസിനുള്ളിൽ റാഗിങ്ങും തുടർന്ന് ക്രൂരമായ മർദ്ദനവും നടന്നിട്ടും തടയാൻ കഴിഞ്ഞില്ല എന്നത് കോളേജ് അധികൃതരുടെ വീഴ്ചയായിട്ടാണ് നാട്ടുകാർ വിലയിരുത്തുന്നത്. റാഗിംഗ് തടയാനുള്ള കൃത്യമായ സംവിധാനം കോളേജിൽ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തരം ആക്രമണങ്ങളുടെ കേന്ദ്രങ്ങളായി മാറുന്നത് തടയണമെന്ന ആവശ്യം ശക്തമാണ്. അൻസിലിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. പാലക്കാട്ടെ ക്യാമ്പസ് രാഷ്ട്രീയത്തിനും റാഗിങ്ങിനുമെതിരെ വലിയ ജനരോക്ഷമാണ് ഉയരുന്നത്. അൻസിലിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണെങ്കിലും മുഖത്തെ പരുക്കുകൾ മാറാൻ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ളവ വേണ്ടി വന്നേക്കാം.